ഹലോ, ഞാൻ പ്രതാപൻ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡെസ്ക്ടോപ്പ് പബ്ലിഷിങ്ങുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം കമാൻഡുകൾ MS വേഡിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവ ഏതൊക്കെയെന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ദയവായി എൻ്റെ വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഡെസ്ക്ടോപ്പ് പബ്ലിഷിങ്ങിന് ആവശ്യമായിട്ടുള്ള വേറെ നിരവധി ആപ്ലിക്കേഷനുകൾ നമ്മൾ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നുണ്ട്. പേജ് മേക്കർ പോലെയുള്ള പ്രോഗ്രാം, കോറൽ ഡ്രോ പോലെയുള്ള പ്രോഗ്രാം യൂസ് ചെയ്യാം. അതുപോലെ അഡോബ് ഫോട്ടോഷോപ്പ്, ഇതെല്ലാം ഈ പറയുന്ന ബാനർ ഡിസൈനിങ്ങിനും പോസ്റ്റർ ഡിസൈനിങ്ങിനുമൊക്കെ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനുകളാണ്. എന്നാൽ നമ്മൾ തയ്യാറാക്കുന്ന MS വേഡിലെ ഡോക്യുമെൻറ്റുകൾക്കുള്ളിലും ചില സന്ദർഭങ്ങളിൽ ബാനറുകൾ തയ്യാറാക്കുന്നതിൻ്റേത് ആവശ്യമായിട്ടുള്ള ചില ഘടകങ്ങളെയൊക്കെ നമുക്ക് ഉൾക്കൊള്ളിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ആ സന്ദർഭത്തിൽ നമ്മൾക്ക് MS വേഡിലൂടെ തന്നെ തയ്യാറാക്കി പ്രിൻ്റ് എടുക്കാവുന്നതാണ്. അതിനായിട്ട് MS വേഡിൻ്റെ പ്രോഗ്രാമിലേക്ക് പോകുന്നു. അതിൻ്റെ ഓരോ കമാൻഡും എന്താണെന്ന് നമുക്ക് നോക്കാം. MS വേഡിലേക്ക് അങ്ങനെയൊക്കെയുള്ള എലമെൻറ്റ് കൊണ്ടുവരുവാൻ വേണ്ടി സഹായിക്കപ്പെടുന്നത് എല്ലാം ഇൻസെർട്ട് മെനുവിലാണ് കിട്ടുന്നത്. നമുക്ക് ഇൻസെർട്ട് മെനു അല്ലെങ്കിൽ ഇൻസെർട്ട് ടാബിനകത്തായിരിക്കും. ആദ്യത്തെ ഒരു ഓപ്ഷൻ ഷേപ്പുകളാണ്. നിരവധി ഷേപ്പുകളുടെ ഒരു ലിസ്റ്റ് അടങ്ങുന്ന ഒരു കമാൻഡാണ് ഷേപ്സ് എന്ന് പറയുന്നത്. ഏതാണോ നമുക്ക് വേണ്ടത് അത് നമ്മൾ ചൂസ് ചെയ്യുക. ആ ഷേപ്പിനകത്ത് നമുക്ക് ടെക്സ്റ്റുകളെയും ആഡ് ചെയ്യാൻ പറ്റും. ഏത് ടൈപ്പിലുള്ളത് വേണമെന്ന് നമ്മൾ ഇതിൽ ലിസ്റ്റിൽ നിന്ന് ചൂസ് ചെയ്താൽ മതി. അതെന്നിട്ട് നമ്മുടെ പേജിലേക്ക് ഡ്രോ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. മൗസ് പോയിൻ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. പലതും നമുക്ക് നമ്മുടെ വീട്ടിലുള്ള പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ പലതരത്തിലുള്ള പ്രോജക്റ്റ് റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കുമ്പോൾ അവർക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള പ്രോജക്റ്റ് റിപ്പോർട്ടായിരിക്കും തയ്യാറാക്കപ്പെടേണ്ടി വരുന്നത്. ആ സന്ദർഭത്തിലൊക്കെ നമ്മുടെ വീട്ടിലുള്ള കുട്ടികളെ സഹായിക്കാം ഈ പറയുന്ന MS വേഡിലെ കമാൻഡുകൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ. ആ ഒബ്ജക്റ്റ് നമ്മുടെ പേജിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ സെലക്ട് ചെയ്യുമ്പോൾ നിരവധി ബോക്സുകൾ അതിൻ്റെ എല്ലാം കോർണറിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൊണ്ടുവന്ന ഓബ്ജക്റ്റിൻ്റെ ഷേപ്പിനെ നമുക്ക് വ്യത്യസ്ത രീതിയിലേക്ക് മാറ്റാൻ കഴിയും. അതിൻ്റെ പോയിൻ്ററുകളിൽ പിടിച്ചാൽ മതിയാവും. എന്നാൽ ചില ബോക്സിൽ യെല്ലോ കളർ കൊടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ ഷേപ്പിൻ്റെ വ്യത്യാസപ്പെടുത്താനും അതിനെ റീസൈസ് ചെയ്യാനും ഒക്കെ നമുക്ക് ഉപകരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അത് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒരു സിമ്പലും അവിടെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ആട്ടോ ഷേപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഏത് വേണം ഷേപ്പുകളെന്ന് പറയുന്ന സംഗതി യൂസ് ചെയ്യുന്നത്. അത് ചില പ്രീവിയസ് വെർഷനിലൊക്കെ ആട്ടോ ഷേപ്പുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പുതിയ വെർഷനിൽ അത് ഷേപ്പ് എന്ന് തന്നെയാണ്. പിന്നെ ഉള്ളത് നിരവധി ഐക്കണുകളാണ്. നമ്മൾ കമ്പ്യൂട്ടറിലും നമ്മുടെ മൊബൈലിലും ഒക്കെ കണ്ടിട്ടുള്ള പല ഐക്കണുകൾ നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. അത് നോക്കുക, നമ്മുടെ കമ്പ്യൂട്ടറിൽ അവൈലബിൾ ആണോ എന്ന് നോക്കുക. ഏറ്റവും പുതിയ വെർഷനിൽ മാത്രമേ അത് ചിലപ്പോൾ ഒരു വർഷമെങ്കിലും ലഭ്യമാകത്തുള്ളാവാം. നോക്കുക, നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ അവൈലബിൾ ആണോ എന്ന് നോക്കുക. പുതിയ വെർഷനിലൊക്കെ ആയിരിക്കും കൂടുതലും ഇങ്ങനെയൊക്കെയുള്ള പുതിയ അഡീഷണൽ എലമെൻറ്റുകളൊക്കെ നമുക്ക് ചിലപ്പോൾ ഒരു വർഷമെങ്കിൽ കിട്ടുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെയുള്ളൊരു ഒബ്ജക്റ്റിനെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ തന്നെ നമുക്ക് അഡീഷണലായിട്ടൊരു പുതിയ മെനു കൂടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. ഗ്രാഫിക് ഫോർമാറ്റാണ് അത്. അതിനകത്തേക്ക് കളർ ഫില്ല് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ് യൂസ് ചെയ്യുന്നത്. അതൊക്കെ ഈസി ആയിട്ട് നമ്മൾക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ പുതിയ വെർഷനകത്ത് മറ്റൊരു ബാനർ ക്രിയേഷൻ ആവശ്യമായ സ്റ്റോക്ക് 3D മോഡൽസ് എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം സാധനങ്ങളും നമുക്കിവിടെ ലഭ്യമാണ്. അത് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചൂസ് ചെയ്യുക, ഇൻസെർട്ട് ചെയ്യുക. അത് നമുക്ക് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു പക്ഷേങ്കിൽ അത് ഇപ്പോഴത്തെ പുതിയ വെർഷനിൽ മാത്രമേ നമുക്ക് ഒരു പക്ഷേ കിട്ടുകയുള്ളൂ. പഴയ ഓഫീസ് പാക്കേജിൽ ലഭ്യമാകണമെന്നില്ല. അപ്പോൾ നോക്കുക, നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ഈ പറയുന്ന സിമ്പലുകൾക്കെല്ലാം ഓരോരോ ഉപയോഗങ്ങളുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഈ പറയുന്ന കമാൻഡുകൾ മനസ്സിലാക്കാൻ നിങ്ങൾ പ്രാക്ടിക്കലി ചെയ്ത് നോക്കിയാലേ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. പിന്നെ വരുന്ന സ്മാർട്ടായിട്ടുള്ള പലതരത്തിലുള്ള ഓബ്ജക്റ്റുകൾ നമുക്ക് നമ്മുടെ പേജിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ഇത് ചെറിയ കുട്ടികളോ അല്ലെങ്കിൽ മുതിർന്ന ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രോജക്റ്റ് റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അവർക്ക് ഇതിൻ്റെ എല്ലാം ആവശ്യകത വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് MS വേഡിലാണ് അവർ തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ അവരതിൽ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതിയാവും.
അതേപോലെ തന്നെ ചാർട്ടുകൾ നമുക്ക് ഇതിനകത്തും കൊണ്ടുവരാം. പക്ഷേ ചാർട്ടുകൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമായിട്ടുള്ളത് MS എക്സലിലൂടെ തയ്യാറാക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ളത്. MS വേർഡിൽ നമ്മൾക്കത് ഉപയോഗിക്കാൻ കഴിയും. പിന്നെ ഉള്ളത് MS വേർഡിനകത്തുള്ളൊരു വേർഡ് ആർട്ടാണ്. നമ്മൾ തയ്യാറാക്കപ്പെടുന്ന ടെക്സ്റ്റുകൾ പല രീതിയിൽ ആർട്ട് രൂപത്തിൽ ക്രമീകരിക്കാൻ പറ്റും. ഏത് വേണം എന്ന് വെച്ചാൽ നിങ്ങൾ ആ മോഡൽ ചൂസ് ചെയ്തതിന് ശേഷം അതിന് വേണ്ടുന്ന കളറും മറ്റുള്ള അതുമായി ബന്ധപ്പെട്ട നിരവധി കമാൻഡുകളും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഏത് വേണമെന്ന് വെച്ചാൽ നിങ്ങളത് ചൂസ് ചെയ്താൽ മതിയാവും. അപ്പം ഇത്രയുമാണ് പ്രധാനമായിട്ടും നമ്മൾക്ക് ബാനർ ഡിസൈനിങ്ങിന് ആവശ്യമായിട്ടുള്ള കമാൻഡുകൾ MS വേർഡിൽ ലഭ്യമായിരിക്കുന്നത്. ഇപ്പം നമ്മളൊരു ഒബ്ജക്റ്റ് ഇൻസർട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ബോർഡറിൻ്റെ മറ്റുള്ള കാര്യങ്ങളും കളറുകളും ഒക്കെ ചേഞ്ചസ് വരുത്താൻ നിങ്ങൾ അവിടെ പുതിയതായിട്ട് വരുന്ന ടൂൾ ബാറിൽ നിന്ന് മനസ്സിലാക്കിയാൽ മതി. അത് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഏതാണോ അപ്ലൈ ചെയ്യേണ്ടത് അത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് വരും. എപ്പോഴും നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകളോ മറ്റുള്ള കറക്ഷൻസോ വേണ്ടി വരികയാണെങ്കിൽ നമ്മൾ പ്രീവിയസിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അൺഡു എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്താൽ മതി. Ctrl+Z കൊടുത്താൽ മതിയാവും. ഇപ്പോൾ തെറ്റായിട്ടുള്ള നമ്മൾ ചെയ്തതിൽ മാറ്റങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളോ പഴയത് തന്നെയായിരുന്നു നിലനിർത്തേണ്ടതെന്നുണ്ടെങ്കിൽ Ctrl+Z കൊടുത്ത് നമ്മൾ ബാക്കിലുള്ള ആക്ഷനിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്നുള്ളതാണ് അൺഡു യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. ദയവായി നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്യുക, പൂർണ്ണമായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക സുഹൃത്തുക്കളിലേക്ക്. യൂട്യൂബ് ചാനലുള്ളവർ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.